അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ഇന്ന് കൊച്ചിക്കാരുടെ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പല പേരിൽ പറയും. എരിവിറച്ചി എന്ന് പറയും, വിന്താലു എന്ന് പറയും, വിന്താലി എന്ന് പറയും. ഇതും ഈ പറഞ്ഞ പോലെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് ആണ് പിറ്റേ ദിവസം, ഇപ്പോൾ ക്രിസ്തുമസ് ആണെങ്കിൽ 24-ാം തീയതി ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തലേ ദിവസം നമ്മൾ ഇതേപോലെ വേറൊരെണ്ണം നമ്മുടെ ലാലേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻകറി വെച്ചത് ഓർമ്മയില്ലേ? തലേ ദിവസം പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തില്ല. ലാലേട്ടന് കഴിക്കാനുള്ള യോഗം ആയിട്ടില്ല. നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടയ്ക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഊതിയേക്കണം. തരക്കേടൊന്നുമില്ല, കാരണം ഇതിനകത്ത് വല്ല കരടും കയറിയിരുന്നാൽ നമ്മൾ ചത്തുപോകും. നോക്കിക്കോട്ടാ, നോക്കിക്കോ. നമ്മുടെ എരിവിറച്ചി റെഡി. ഞാൻ തന്നെ എൻ്റെ ഡിഷ് ടേസ്റ്റ് ചെയ്തിട്ട് വാവ് എന്നൊക്കെ പറയുന്നത് എന്തൊരു പ്രഹസനമാണല്ലേ. ഇതെന്താടി? ഇതെന്താ? ചിക്കൻ കറി. ഹലോ, എല്ലാവർക്കും നമസ്കാരം. മഞ്ജൂസ് കിച്ചൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കൊച്ചിക്കാരുടെ ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കൊച്ചിയിൽ എന്ത് വിശേഷങ്ങളുണ്ടായാലും, ക്രിസ്തുമസ് വന്നാലും ഈസ്റ്റർ വന്നാലും ഒക്കെ ഈ ഡിഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബീഫ് വെച്ചുണ്ടാക്കുന്ന പല പേരിൽ പറയും. എരിവിറച്ചി എന്ന് പറയും, വിന്താലു എന്ന് പറയും, വിന്താലി എന്ന് പറയും. അപ്പോൾ ഞാൻ വിന്താലു എന്ന് പറയും, ചിലപ്പോൾ വിന്താലി എന്നും പറയും. അപ്പോൾ ഇത് ബീഫ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബീഫ് നമ്മൾ സാധാരണ നുറുക്കുന്ന പോലെ നുറുക്കിയാൽ പോരാ. അതാ ഇങ്ങനെ പരന്ന വലിയ കഷ്ണങ്ങളായിട്ട് ബീഫ് നുറുക്കണം. ഇങ്ങനെ വലിയ വലിയ പീസുകളായിരിക്കണം. അപ്പം തന്നെ മനസ്സിലാവുമല്ലോ, ഇതിന് വേകാൻ കുറച്ച് സമയം കൂടുതലെടുക്കും. കാരണം ഇത് വലിയ പീസുകളായിട്ടാണ്. അതായത് തുണ്ടൻ ഇറച്ചിയൊക്കെയാണ് ഇതിന് നല്ലത്. കണ്ടോ, ഇതേപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 1 കിലോ ബീഫാണുള്ളത്. ഇനി ഇതിനകത്ത് വേണ്ട ബാക്കി ചേരുവകളൊക്കെ പറയാം. സാധാരണ പോലെ സവാളയും ഉള്ളിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കണേ. പകുതി സവാളയും പകുതി ഉള്ളിയും. അപ്പോൾ രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി വേണ്ട. പിന്നെ ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് വിനാഗിരി എന്ന് പറയില്ലേ, അത് വേണം. ഇത് സാധാരണ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് പതുക്കെ ഉണ്ടാക്കിക്കൊണ്ട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിന്നൊരു സാധനം വേണം. അധികം ഇറച്ചിയിൽ യൂസ് ചെയ്യാത്ത കടുകാണ്. പക്ഷേ സാധാരണ നമ്മൾ കടുക് വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിക്കല്ലേ ചെയ്യണേ. ഇതിന് വെളിച്ചെണ്ണയിലിട്ട് പൊട്ടിക്കൽ, ഇത് അരച്ചെടുക്കേണ്ടതാണ്. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കാം. നമ്മളെന്താ ഉണ്ടാക്കാൻ പോണേ? വിന്താലി. നമ്മൾ ഇതുവരെയൊക്കെ ഉണ്ടാക്കിയ ഡിഷ് നിങ്ങൾ ആരെങ്കിലുമൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ, ഒരു സന്തോഷം. അപ്പോൾ ദാ വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. നമ്മൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമ്മുടെ ഉള്ളിയും സവാളയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് ഇതാണ് കേട്ടോ. അത് ഇളക്കി ഇതിനകത്ത് കുറേ നേരം നമുക്കിങ്ങനെ വഴറ്റാനൊക്കെ ഉണ്ട്. പറഞ്ഞ പോലെ പണ്ട് നമ്മൾ മറ്റേ മീൻകറി വെച്ചില്ലേ, അപ്പോൾ വഴറ്റി ഇങ്ങനെ അതിൻ്റെ എണ്ണ തെളിഞ്ഞില്ലേ, അതുപോലെ ഇതിനകത്തും കുറച്ചധികം സമയം നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ സവാള വഴന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഉപ്പിട്ടു. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. ഇഞ്ചി നീളത്തിൽ അരിഞ്ഞതാണ്, ഒരുപാട് കനത്തിലല്ല. അങ്ങനെ അരിഞ്ഞു വെച്ച ഇഞ്ചി,
ഇഞ്ചി ഇട്ടു. ഇനി ഒരു 5 പച്ചമുളക് കീറിയത്, 5 പച്ചമുളക് കീറിയത്. 1 കിലോ ഇറച്ചിയുടെ കാര്യമാണ് പറയുന്നത്. 5 പച്ചമുളക് കീറിയത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത്, നിങ്ങളൊരു സാധനം കണ്ടോ? ഇത് കണ്ടോ? ഇത് നമ്മുടെ മുരിങ്ങാക്കോലില്ലേ, മുരിങ്ങാക്കോലിൻ്റെ മരത്തിൻ്റെ തൊലിയാണിത്. മുരിങ്ങയുടെ തൊലിയാണ് നമ്മൾ ഈ ഡിഷിലൊരു പ്രധാനപ്പെട്ട ഐറ്റമാണ് മുരിങ്ങയുടെ തൊലി. ഇതും ഈ കടുക്, വെളുത്തുള്ളി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, സാധാരണ മുളക് പൊടി, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഇത്രയും സാധനങ്ങൾ ഈ കാണുന്ന വിനാഗിരിയിൽ നമ്മൾ അരച്ച് പേസ്റ്റാക്കി എടുക്കും. ആ പേസ്റ്റാണ് ഈ 2 പാത്രത്തിലായിട്ട് ഇരിക്കുന്നത്. കടുകും കുരുമുളകും 2 തരം മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി, ഈ പറയുന്ന നമ്മുടെ ഇതിൻ്റെ തൊലി, മുരിങ്ങയുടെ തൊലി എല്ലാം കൂടി അരച്ച പേസ്റ്റാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് മുളക് പൊടി നമ്മുടെ മീൻകറി, നെയ്മീൻ കറി ലാലേട്ടന് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയില്ലേ, ആ കറി ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ചെയ്തില്ലേ പേസ്റ്റാക്കിയിട്ട്, അതുപോലെ പേസ്റ്റാക്കിയിട്ടാണ് ഇതിനകത്ത് ഇത് ചേർക്കുന്നത്. പേസ്റ്റ് ആക്കുന്നത് മറന്നു പോകരുത്, വിനാഗിരിയിലാണ്, വെള്ളത്തിലല്ല. വിനാഗിരിയിൽ നല്ലോണം അരച്ചിട്ട് വേണം ഇതിനകത്ത് ചേർക്കാൻ. പക്ഷെ ഇതിപ്പോൾ ഇടാനായിട്ടില്ല കേട്ടോ, കുറച്ചും കൂടി സമയം ഇരുന്ന് വാടണം. അപ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചിയും പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയൊക്കെ നല്ലോണം വഴണ്ടു. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ് പേസ്റ്റാക്കി വെച്ച്, ഇത് നല്ല ചുമന്നിരിക്കും കേട്ടോ ഈ കറി, ഇത് നമ്മൾ ഇതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. എരിവിറച്ചി എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ എരിവിറച്ചിയാണ്. നല്ല എരിവുണ്ടാവും, നേരിയ പുളി ഉണ്ടാവും, കാരണം വിനാഗിരിയിൽ ചെയ്തേക്കുന്നത് കൊണ്ട് പുളി ഉണ്ടാവും. ഇനി ഇതിനകത്ത് കിടന്ന് നല്ലോണം ഇതിൻ്റെ പച്ചമണം, ശരിക്കും കടുകൊക്കെ പച്ചനല്ലേ നമ്മൾ അരച്ചേക്കുന്നത്, അതുകൊണ്ടിട്ട് കടുകിൻ്റെയൊക്കെ പച്ചമണം മാറണം. കുറേ സമയം ഇളക്കി. പിന്നെ ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അമ്മിച്ചിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ബിന്ദാലി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു മൺചട്ടി ഉണ്ട്. അമ്മിച്ചിയൊക്കെ അതിനകത്ത് ഉണ്ടാക്കണം. അങ്ങനെ അടുപ്പത്തിരുന്ന് തന്നെ അത് വേഗമാണെങ്കിൽ ഇനിയും ടേസ്റ്റാണ്. നമുക്ക് പിന്നെ അത്രയും സമയമൊന്നുമില്ലാത്ത കാരണം കുക്കറിലാണെങ്കിലും വെച്ചാൽ മതി, അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലോണം ഇളക്കണം, ഇത് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ടാവും. പിന്നെ വിനാഗിരി ഒഴിച്ചേക്കണോണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല, എന്നാലും എല്ലാം പേസ്റ്റായിട്ട് ഇട്ടേക്കണോണ്ടേ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പ് നല്ലോണം പച്ചമണമൊക്കെ മാറി നല്ല ഒരു പരുവത്തിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞതിൻ്റെ. ഇനി നമുക്ക് കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടി ഉണ്ടായിരുന്നത്. ഈ അരപ്പ് അരച്ചെടുക്കുക എന്നുള്ളതാണ്. കടുക്, കുരുമുളക്, 2 തരം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, മറ്റേ നമ്മുടെ ഇത്രയും സാധനങ്ങൾ, അതുപോലെ നമ്മുടെ മുരിങ്ങ ഇനി കിട്ടിയില്ല എന്നോർത്ത് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ട്രഡീഷണലായിട്ട് ഉണ്ടാക്കുമ്പോൾ ഈ മുരിങ്ങത്തൊലി ഇടും. ഇത്രയും സാധനങ്ങൾ നമ്മുടെ വിനാഗിരിയിൽ നല്ല പേസ്റ്റ് മഷി പോലെ അരച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ പണി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ പോലെ നമ്മൾ സാധനങ്ങളെല്ലാം വഴറ്റി അരപ്പ് ഇട്ട് എണ്ണ തെളിയണവരെ ഇളക്കിയിട്ട് ബീഫ് ഇട്ടതോടുകൂടി വിന്താലിയുടെ പണി കഴിയും. ഇതും ഒരു ദിവസം കഴിഞ്ഞാലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം ഞാൻ ബീഫ് ഇടാൻ പോവാണ് കേട്ടോ കഷ്ണത്തിലോട്ട്. ഇതും ഈ പറഞ്ഞ പോലെ തലേ ദിവസം ഉണ്ടാക്കി വെച്ചിട്ട് ആണ് പിറ്റേ ദിവസം, ഇപ്പോൾ ക്രിസ്തുമസ് ആണെങ്കിൽ 24-ാം തീയതി ഉണ്ടാക്കി വെക്കും. അപ്പോൾ അങ്ങനെ തലേ ദിവസമാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ ആ എരിവും പുളിയൊക്കെ ഇറച്ചിയിൽ നല്ലോണം പിടിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ തലേ ദിവസം നമ്മൾ ഇതേപോലെ വേറൊരെണ്ണം നമ്മുടെ ലാലേട്ടന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൻകറി വെച്ചത് ഓർമ്മയില്ലേ? തലേ ദിവസം പിറ്റേ ദിവസം കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തില്ല, ലാലേട്ടന് കഴിക്കാനുള്ള യോഗം ആയിട്ടില്ല.
അപ്പോൾ അതാ എല്ലാ കഷ്ണം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ പരന്ന വലിയ കഷ്ണങ്ങളാക്കി ഇടണം. വിന്താലിക്ക് നമ്മൾ സാധാരണ ഇറച്ചിക്കറി വെക്കണ പോലെയുള്ള പീസുകളല്ല, അതാ കണ്ടോ, ഇങ്ങനെയുള്ള വലിയ കഷ്ണങ്ങൾ ഇടണം. ഓക്കെ, അങ്ങനെ അതിട്ട് ഇനി നല്ലോണം എനിക്ക് ഇങ്ങനെ നല്ലോണം ഇളക്കി ആ കഷ്ണത്തിലൊക്കെ അത് പിടിക്കണം. ഇനി ഇത് അടുപ്പത്ത് വിറകടുപ്പിൽ തീയിലിരുന്ന് സാവധാനം വെന്ത് കിട്ടുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമുക്ക് വിറകടുപ്പില്ല, ഗ്യാസാണ്. ഗ്യാസ് ലാഭിക്കാൻ വേണ്ടി നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തിൽ വെക്കും? കുക്കറിൽ വെക്കും. കുക്കറിൽ വെച്ചാലും തരക്കേടൊന്നുമില്ല. കുക്കറിൽ വെക്കും. ഇപ്പം എല്ലാവരും കുക്കറിൽ തന്നെയൊക്കെയാണ് വെക്കണത്. സെറ്റ്. ഓക്കെ, കണ്ടോ അരപ്പിൽ പെരണ്ടിരിക്കുകയാണ് നമ്മുടെ ബീഫ്. ഇനിയിപ്പോൾ ഈ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി നല്ലോണം വേവും. നമുക്കിപ്പോൾ കുക്കർ അടയ്ക്കാം. വലിയ പീസായതുകൊണ്ട് കുറച്ചധികം വേവുണ്ടാവും. ക്ഷമ വേണം. ഇത്തരം കാര്യങ്ങൾക്ക് ക്ഷമയാണ് അത്യന്താപേക്ഷിതം. ക്ഷമയോടുകൂടി കാത്തിരിക്കാം. നമുക്ക് കുക്കർ അടയ്ക്കാം. കുക്കർ അടയ്ക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഊതിയേക്കണം. തരക്കേടൊന്നുമില്ല, കാരണം ഇതിനകത്ത് വല്ല കരടും കയറിയിരുന്നാൽ നമ്മൾ ചത്തുപോകും, പൊട്ടിത്തെറിക്കും. നമുക്ക് തീയൊക്കെ ഇച്ചിരി കൂട്ടി വെക്കാം. തീ കുറച്ചാണ് വെച്ചിരിക്കണേ. സ്റ്റീം വന്നിട്ട് നമുക്ക് ഇതിടാം, വെയിറ്റ് ഇടാം. അപ്പം വിന്താലിയുടെ പണി കഴിഞ്ഞു. ഇനി ഇത് വെന്ത് സെറ്റായി എണ്ണയൊക്കെ തെളിഞ്ഞ് വരേണ്ട ഒരു താമസമേ ഉള്ളൂ. പെട്ടെന്നാവും. അപ്പം നമുക്ക് അതുവരേക്കും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കുറേ വിസിൽ പോയി, ഒരു 15-16 വിസിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വെന്തോ നോക്കാം. നമ്മുടെ വിന്താലി ശരിക്കും തന്നെ വിസിൽ ആവി പോയി തീരണതാണ് കേട്ടോ നല്ലത്. എൻ്റെ എല്ലാം എല്ലാമല്ലേ, എൻ്റെ ചേലത്തെ ചെമ്പരുന്നല്ലേ, നിന്റെ കാതിലെ കാണാം. യെസ്, നോക്കിക്കോട്ടാ, നോക്കിക്കോ. നമ്മുടെ എരിവിറച്ചി റെഡി. വെള്ളമൊക്കെ കറക്റ്റ് പാകത്തിന്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ല. നമ്മൾ നല്ലോണം വെള്ളം ഇതാണ് വിന്താലി. കൊച്ചിക്കാരുടെ പ്രധാനപ്പെട്ട ഡിഷാണിത്. ഓക്കെ, അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. എല്ലാം ഉണ്ട്. ഞാൻ തന്നെ എൻ്റെ ഡിഷ് ടേസ്റ്റ് ചെയ്തിട്ട് വാവ് എന്നൊക്കെ പറയുന്നത് എന്തൊരു പ്രഹസനമാണല്ലേ. അപ്പം നമുക്കിത് സെർവ് ചെയ്യാം. എന്നിട്ട് ആരെങ്കിലും കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കാം. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ടേസ്റ്റ് ചെയ്യാൻ ആളെ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി എൻ്റെ വെള്ളരികൾ പോരട്ടെ. മനീഷ്, അനുവേ, അനു വാ വാ. ഇതെന്താന്ന് പറ. ഒരു കഷ്ണം കയറ് കിട്ടുമോ? ഇതെന്താടി? ഇതെന്താ? ചിക്കൻ കറി. 2 കഷ്ണം കയറ് വേണം. ഈശ്വര, ഇത് വിന്താലു. എന്ത് വിന്താലു? വിന്താലു അല്ല, വിന്താലു. നിന്നെ പോലുള്ളവർക്ക് പറയാനുള്ള പേരാണ് എരിവിറച്ചി. എന്ത് എരിവിറച്ചി? ആ, മനസ്സിലായ? ഇത് കഴിച്ചിട്ടുണ്ടാ? ആ, എന്നാ കഴിച്ചു നോക്കുന്ന.
ഇത് വലിയ പീസായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഭയങ്കര എരിവായിരിക്കും. എന്നാൽ എങ്ങനെയെങ്കിലുമൊക്കെ കഴിക്കും, അറിയാൻ പാടില്ല എരിവ്. എന്താ നിന്റെ പ്രശ്നം? സൂപ്പർ. പക്ഷേ ഈ എരിക്ക് വേറെ എന്തെങ്കിലും കൂടെ വേണം. എന്ത്? ഇച്ചിരി വെള്ളവും എനിക്ക് ആ പരിപാടിയില്ല. എനിക്കിതുണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ. അത് നിങ്ങളായിട്ട് കണ്ടെത്തിക്കൊള്ളണം. പ്രൊഡ്യൂസർ വിചാരിച്ച ചിലപ്പോൾ നടക്കൂല. കൊള്ളാവോ? അപ്പോൾ അതെ, നമ്മുടെ പിള്ളേര് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ പോയി ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വിന്താല് ഭയങ്കര ഈസിയാണ്. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. മഞ്ജുസ് കിച്ചൺ വേറൊരു ഡിഷുമായിട്ട് ഓടി ഇങ്ങെത്തും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ, ലവ് യു.